ഹലോ, ഞാൻ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അല്ലാണ്ട് പോകുന്നത്. ഞാൻ നേരെ പോകുന്നത് ചേരാനല്ലൂർക്കാണ് കേട്ടോ. എന്തിനാണെന്ന് അറിയാമോ? നമുക്കൊരു ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും യൂണിഫോം ഇട്ടിട്ടാണ് ബർത്ത്ഡേ ഫംഗ്ഷന് പോകണമെന്ന്. അല്ല, ഞാൻ ഓൾറെഡി ഡ്യൂട്ടിക്ക് പോയപ്പോൾ തന്നെ അവിടെ ചെന്നിട്ട് ഇടാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബർത്ത്ഡേ നടക്കുന്ന വീട്ടിലെത്തിയിട്ടോ. ചേട്ടയുടെ അമ്മാവൻ്റെ മോക്കടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് കേട്ടോ. അങ്ങനെ അധികം ആളുകളൊന്നുമില്ല. നമ്മൾ കുറച്ച് ഫാമിലി കസിൻസും പിന്നെ അവക്കടെ കുറച്ച് ഫ്രണ്ട്സാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ, നമ്മുടെ സ്വന്തം പാറുക്കുട്ടിയാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അവൾ ഭയങ്കര പാവാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ റെഡി ആവാനായിട്ട് മേളിലേക്ക് വന്നു കേട്ടോ. ഫംഗ്ഷൻ ഏകദേശമൊക്കെ തുടങ്ങാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏകദേശം ഒരു 7 മണി കഴിഞ്ഞപ്പോഴാണ് വന്നത്. പിന്നെ ഞാൻ റെഡി ആയിട്ട് താഴേക്ക് വന്നു. അപ്പോൾ അവിടെ ഓൾറെഡി കേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആൻറ്റിയും പിന്നെ അമ്മാവനും പിന്നെ മറ്റു പിള്ളേരും കൂടിയിട്ട് അത് സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ നല്ല മിനിമലായിട്ട് ചെറിയൊരു രീതിയിലൊക്കെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നല്ലവണ്ണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാറുക്കുട്ടിയുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചേട്ടായി വന്നിട്ടുണ്ടായില്ല കേട്ടോ. ചേട്ടായി കുറച്ച് ലേറ്റ് ആയിട്ടോ വരാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേക്ക് അവർ വന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ്റെ പാറുമാമിക്കായിട്ടുള്ള ഗിഫ്റ്റും പിടിച്ചുകൊണ്ടിട്ട് ഓടിയിട്ട് വന്നത് ശിവയുടെ പാറുമാമിയാണ് കേട്ടോ. അവൻ സ്ഥാനം കൊണ്ട് നമ്മൾ ഇളയതാണെങ്കിലും പിന്നെ പാറുമാമിന്ന് തന്നെയാണ് അവൻ വിളിക്കുന്നത്. ചില ബന്ധങ്ങൾ അങ്ങനെയാണല്ലോ, നമുക്ക് സ്ഥാനങ്ങൾ നോക്കിയിട്ടാണല്ലോ എല്ലാവരും വിളിക്കുന്നത്. ഇത് അവൻ്റെ മാമന്മാരൊക്കെ ആണ്. പിന്നെ എല്ലാവരും കൂടിയൊക്കെ വന്നിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾ പാറുക്കുട്ടിക്ക് മേടിച്ച ഗിഫ്റ്റ്. അവൾക്ക് ഭയങ്കര ക്രാഫ്റ്റ് വർക്കൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ രീതിയിലാണ് മേടിച്ചത്. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളും കൂട്ടരൊക്കെ ആയിട്ട് കുറേ നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ വരുമ്പോഴാണ് ആൻറ്റീനെ ഒന്ന് കാണാൻ പറ്റുക, പിന്നെ കുറേ നേരം അടുത്തുനിന്ന് വർത്തമാനം പറയാൻ പറ്റുക. കാര്യം ഞങ്ങൾ നല്ല കൂട്ടാണെങ്കിൽ അങ്ങനെ ഡെയിലി കോണ്ടാക്റ്റ് ഒന്നുമില്ല, പക്ഷെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് സമയം പോകുന്നത് എന്ത് അറിയില്ല കേട്ടോ. പിന്നെ ആൻറ്റിക്ക് യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് യൂട്യൂബിൻ്റെ കാര്യങ്ങളും പിന്നെ ഇൻസ്റ്റയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഏകദേശം 11:30 കേട്ടോ. പിന്നെ പാറക്കുട്ടിയാണെങ്കിൽ കേക്കൊക്കെ തിന്ന് അവശതയായിട്ട് ഇരിക്കുന്നു. അപ്പോൾ പിന്നെ ഒരു 11:30 12 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു എന്നാൽ നമുക്കൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു ക്രിയേറ്റ് ചെയ്ത് വീഡിയോ എടുത്ത് പിന്നെ അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ടാറ്റ പറഞ്ഞ് നേരെ വീട്ടിലേക്ക്